ക്ലാസ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല പെൺകുട്ടികളുടെ മനസ്സിലുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അവന് ശരിക്കും എന്നെ ഇഷ്ടമാണോ എന്നുള്ളത്. അതായത് അവന്റെ പല പെരുമാറ്റങ്ങളിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, പക്ഷെ ഉറപ്പിക്കാൻ എന്താ ഒരു വഴിയുള്ളത്, ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ആ ഒരു പേഴ്സണ്, അതായത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരാൾക്ക് ശരിക്കും നിങ്ങൾ ഇഷ്ടമുണ്ട്, അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു 4-5 പോയിന്റ്സ് ഞാൻ പറയാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ പെരുമാറ്റത്തിലൊക്കെ കാണുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എന്നുള്ളതല്ല, ഏകദേശമല്ല, നിങ്ങൾക്ക് 100% ഉറപ്പിക്കാനായിട്ട് പറ്റും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിക് നെയിംസ് വിളിക്കും എന്നുള്ളതാണ്. ഇത് എല്ലാവരും ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേരൊന്നും അങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷേ ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെ വിളിക്കാറുണ്ട്. നിക് നെയിംസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് ചെറിയ പേരുകളൊക്കെ നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്നുണ്ടാവും. അത് അവർ നിങ്ങൾക്ക് എന്തോ ഒരു സ്പെഷ്യലാണ് എന്നൊക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് നിങ്ങൾ അവർ സ്പെഷ്യലായിട്ട് കാണുന്നതുകൊണ്ടാണ് നിങ്ങളെ അങ്ങനെ നിക് നെയിംസ് വിളിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവർ വിളിക്കുന്നതൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഏതെങ്കിലും നിക് നെയിംസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും നിങ്ങളെ ഇത്തരത്തിൽ ഒരു സെപ്പറേറ്റ് ഒരു പേരെടുത്ത് വിളിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകിച്ച് നമുക്കൊരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നിക് നെയിംസ് യൂസ് ചെയ്ത് നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ സ്പെഷ്യലാണ്, അവർ നിങ്ങളെ സ്പെഷ്യലായിട്ട് കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ, നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അവരെന്നുള്ളതാണ്. ഓരോ പ്ലാൻസിന് വേണ്ടിയിട്ടും അവർ എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും. ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കാണാൻ വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയോ ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അവർക്ക് മറ്റു കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ അവരുടെ ഒരു ഫ്രണ്ട് മാത്രമാണ് എന്നായിരിക്കാം. പക്ഷേ മറ്റുള്ള ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീസൺസ് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ കൂടെ ഇരിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെങ്കിൽ, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇനിഷ്യേറ്റീവ് എടുക്കുകയും പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ അവർക്ക് ഇഷ്ടമാണെന്നുള്ളത് തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടച്ചാണ്. അതായത് ചെറിയ രീതിയിൽ നിങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ടച്ച് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുക അങ്ങനെ നല്ല ഉദ്ദേശിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങളുടെ തൊട്ടപ്പുറത്തായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡറൊക്കെ ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. ചിലപ്പോൾ കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത്തരത്തിൽ നിങ്ങളെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുള്ളതാണ്. അത് ഇഷ്ടം കൊണ്ടാണ്, ഒരു തെറ്റായ രീതിയിൽ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പം തെറ്റായ രീതിയിലുള്ള ടച്ചും ശരിയായ രീതിയിലുള്ള ടച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവും. അപ്പോൾ ഇതെന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നിങ്ങളോടുള്ള താല്പര്യം, നിങ്ങളോടുള്ള ചെറിയൊരു ഇഷ്ടക്കൂടുതൽ കൊണ്ടുള്ള ടച്ച് ചെയ്യൽ മാത്രമാണ്. അപ്പം നമ്മൾ സാധാരണ ഫ്രണ്ട്സൊക്കെ ടച്ച് ചെയ്യാറുണ്ട്, ഏകദേശം അതേ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും എന്ന് കരുതി അത്രയും ഫ്രീഡം അവർക്ക് ഉണ്ടായിരിക്കില്ല. മീൻസ് ഇവർ അത്രയും ഫ്രീഡം എടുക്കുന്നുണ്ടാവില്ല. ടച്ച് ചെയ്യണോ വേണ്ടേ എന്നുള്ള രീതിയിലായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. ആ ഒരു മടി ഉണ്ടായിരിക്കും, ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കും. ആ രീതിയിൽ അവരെങ്ങനെ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളിലേക്ക് ഒരു ചായ്വ് കാണുന്നുണ്ട്, അപ്പോൾ നിങ്ങളെ ടച്ച് ചെയ്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ അപ്പുറത്ത് കുറേ സ്ഥലം ഉണ്ടായിരിക്കും, എന്നാൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് അവർ വന്നിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടമാണ് എന്നുള്ളത് തന്നെയാണ്. മീൻസ് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി നാലാമത്തെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കും അവരുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ റെസ്പോൺസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മെസ്സേജ് അയച്ച് വെച്ചിട്ടുണ്ടാവുള്ളൂ, അപ്പോഴത്തേക്കും തിരിച്ച് അവരുടെ ഒരു റിപ്ലൈ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ടായിരിക്കും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും അവർ മെസ്സേജ് ചെയ്യുന്നതും എല്ലാം. വിളിക്കുകയാണെന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യാനും ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് അത്രയധികം വാല്യൂ തരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ നമ്മുടെ 5ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അവൈലബിൾ ആയിരിക്കും ആ പേഴ്സൺ എന്നുള്ളതാണ്. മീൻസ് നിങ്ങൾക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും അവർ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എപ്പോൾ വിളിച്ചാലും അവർ കോൾ എടുക്കും, എപ്പോൾ മെസ്സേജ് അയച്ചാലും ആ മെസ്സേജ് സീൻ ചെയ്യും, റിപ്ലൈ തരും. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആവാൻ ഇവർക്ക് ഒരു മടി ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോകാനായിട്ട് തീരുമാനിച്ചു, അപ്പോൾ കൂടെ ആരുമില്ല, അപ്പോൾ നിങ്ങൾ അവരെ വിളിക്കുകയാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിനി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് മാറ്റിവെച്ച് നിങ്ങളുടെ കൂടെ വരുന്നുള്ളതാണ്. ബിക്കോസ് എന്താണ് കാരണം? നിങ്ങളെ അവർക്ക് ഇഷ്ടമായതുകൊണ്ടാണ്, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും വാല്യൂ തരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. സോ അതിൻ്റെ അർത്ഥവും നിങ്ങളെ അവർക്ക് ഇഷ്ടമാണെന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്, ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, അവരോട് ഓപ്പണായിട്ട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെ അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം, അവരത് ഓപ്പണായിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്